മുകളിൽ കാര്യമായി എന്തെങ്കിലും പിടിയില്ലാതെ നമ്മുടെ മുമ്പിൽ അത്രയും ചങ്കൂറ്റ അവൻ കാണിക്കില്ല എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. ഞാൻ അന്നേ അച്ഛനോട് പറഞ്ഞതാ അവനെ തളയ്ക്കണമെന്നു. വശത്താക്കാൻ കയ്യിലെടുക്കാന്നെല്ലാം പറഞ്ഞ് അച്ഛൻ തന്നെ നീട്ടിക്കൊണ്ടുപോയത്. എടാ, എടുത്തുചാട്ടം നന്നല്ല. ഏതിനും അതിൻ്റെതായ ഒരു സമ്പ്രദായമുണ്ട്. മേല് നൊന്താലേ ഇനി വാരി ചെറുക്കാൻ പഠിക്കുമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാനാ? പക്ഷേ സൂക്ഷിക്കണം, ഏറിപ്പോകരുത്. പണിക്കരെ, കൊല്ലാനും കൊല്ലിക്കാനും കെൽപ്പുള്ള മേമന മാടമ്പിമാരെ കുറിച്ച് എനിക്ക് കുറച്ചുകൂടെ ബഹുമാനം ഉണ്ടായിരുന്നു. കൂലിത്തല്ലുകാരെ കൊണ്ട് പതിയിരുന്ന് ഇരുട്ടടി അടിപ്പിക്കാൻ മാത്രമേ നിങ്ങൾക്കാവൂന്ന് ഇപ്പൊ മനസ്സിലായി. കൊണ്ടിട്ട് നീ പഠിച്ചില്ല അല്ലേ? കുറച്ചുകൂടെ പഠിക്കാനാ വന്നത്. ആമക്കളില്ലടോ തടിമാടന്മാർ രണ്ടെണ്ണം. തനിക്ക് വിളിച്ചിറക്ക്. ആണുങ്ങളെ പോലെ നേരിട്ടൊരു കൈ നോക്കാൻ പറ. ഇറങ്ങി പോടാ. കയറി താമസിക്കാൻ വന്നതല്ല. തനിക്ക് എന്നെ മാത്രം തല്ലിയാ മതിയോ? പണ്ട് താൻ കാലൊടിച്ചു വിട്ടില്ലേ ഒരു പാവത്തിന്? അയാളെ കൂടെ തല്ലണ്ടേ? തല്ലടോ, ചുണയുണ്ടെങ്കിൽ തല്ല്. തല്ലടോ പണിക്കരെ, തല്ലി കൊല്ല്. അതിനാണായി പറഞ്ഞ ഒരുത്തനുണ്ടോടാ അവിടെ? ഞങ്ങളുടെ മേൽ മണ്ണ് നുള്ളിയിടാൻ ധൈര്യമുള്ള ഒരുത്തനുണ്ടോടാ അവിടെ? ഉണ്ടെങ്കിൽ കാണോ? അച്ചു, ചന്ദ്ര, ഇനിയില്ലേ പണിക്കരെ കിങ്കരന്മാര്? എല്ലാരെയും വിളിക്കടോ. ഇദ്ദേഹം ഒന്ന് കഴിഞ്ഞൊടിച്ചാൽ തന്നെയും തന്റെ പരിവാരങ്ങളെയും ചുട്ടുകരിക്കാത്തിട്ട് ഞങ്ങള്. പക്ഷേ അത് ഞങ്ങളുടെ രീതിയല്ല. എന്റെ കണക്ക് അങ്ങനെ തീരുന്നതുമല്ല. ഒരു കാര്യം പറയാൻ മാത്രമാണ് ഞങ്ങൾ വന്നത്. പഴയ കളി തുടരാനാണ് ഭാവമെങ്കിൽ അന്ന് തന്റെ അന്ത്യമായിരിക്കും. മനസ്സിലായോ? മതി, വാ വരടാ മക്കളെ, വരൻ. അതിങ്ങി താ ഗോപി. അതിപ്പോ നീ നോക്കണ്ട, ഞാൻ പിന്നെ പറയാം. നീ നോക്കണ്ട, ഞാൻ പറയുന്നത് കേക്ക്. ഗോപി തുറക്കരുത്. ഗോപി, ഗോപി ഞാൻ പറയുന്നത് കേക്ക്. ഗോപി തുറക്കരുത്. ഗോപി, ഗോപി. വളയ ആർക്കാടാ ഇത്? സത്യം പറ, ആർക്കാ? രാധയ്ക്ക്. രാധ? ഏത് രാധ? നമ്മുടെ ചെല്ലപ്പൻ പിള്ളയുടെ. എന്റെ രാധയ്ക്ക് നീ വളം മേടിച്ചു കൊടുക്കാറായോ? നിന്റെ രാധയോ? നടക്കണ്ട അച്ഛാ. ഇത് നോക്കി തമ്പ്ര, ഇന്ന് കാലത്ത് തുടങ്ങിയ കുടിയാ. ഇന്നലെ പാതിരക്ക പെരെ കയറി വന്ന് നിങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേ. കല്ലിന്റെ ഗുണം രവിക്കുഞ്ഞിനും ഗോപിക്കുഞ്ഞിനും നന്നായി അറിയാൻ വേണ്ടി. തമ്പ്ര, ഏന്റെ മോളെ കല്യാണം വരാൻ പോണ്. ചേർത്തലേ എന്നൊരു ചെറുക്കൻ്റെ ആലോചന ഒത്തു വന്നേക്കണം. ഏന്റെ പൊന്നും മോളെ കല്യാണം ഏൻ കസറും തമ്പ്ര തെങ്ങ പാട്ട് വെപ്പിക്കും. അന്ന് പേങ്ങന്റെ കുളി കള്ളിലായിരിക്കും. തമ്പ്ര നോക്കിക്കോ. അതിനിപ്പോഴേ കള്ളി കുളി തുടങ്ങണോ? കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടി മോളെ. കള്ളോളം നല്ലൊരു വസ്തു തനതന്ത താനകതിന്നോ തനതന്ത താനേടി താനേ.
ഇനിയും വേണാവോ? ആ ഒരു ഉപ്പയോടെ കൊണ്ടുവാ. എനിക്ക് മതി മതി, ഇനി ഇവിടെ ആർക്കും കളില്ല. കുടിച്ച് ചാവാൻ പോവാന്ന രണ്ടും കൂടെ. സത്യം പറ രവിച്ചേട്ടാ, എന്തിനാ നിങ്ങൾ തമ്മി പിണങ്ങിയത്? എടേ അതെ, അവൻ അസൂയ. എന്തിന്? നീ എന്റേതാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു, അതിന്റെ അസൂയ. നിനക്ക് എന്നെ ഇഷ്ടമെന്ന് എനിക്കറിയാം, അത് അവന് സഹിക്കുന്നില്ല. ഓകൃതം പറയുന്നോടാ, ഇവളെ എന്റെ വേണ്ട. ഇത് കണ്ടോ, ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നു. വിട്രാ അവളെ. വിട്ടില്ലെങ്കിൽ എടാ, വിടാൻ. അയ്യോ വേണ്ട വേണ്ട രവിച്ചേട്ടാ, പറയുന്നതൊക്കെ വേണ്ട. അയ്യോ, വേണ്ട, അമ്മേ. അയ്യോ, വേഗം ഞാൻ ഇൻസ്പെക്ടർ ഉണ്ണിച്ചേട്ടനെ വിളിച്ചോണ്ട് വാ. സാറേ സാറേ, അവിടെ ഭയങ്കര അടി നടക്കണ്. എവിടെ? എന്താണത്? കള്ളു വയറ്റി ചെന്ന ഭ്രാന്തളകോ? ഒരു പെണ്ണിന്റെ പേര് തല്ലുകൂടാൻ നിങ്ങൾക്ക് നാണമില്ലടാ. കൂട്ടുകാരാണെന്നും പറഞ്ഞ് നടക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അവളോട് ഇഷ്ടം കാണും, എന്നാൽ അവക്കാരോടാണ് ഇഷ്ടം എന്ന് നിങ്ങൾക്ക് അറിയാമോ? അക്കാര്യം നിങ്ങൾ അവളോട് ചോദിച്ചിട്ടുണ്ടോ? നീ ചോദിച്ചിട്ടുണ്ടോടാ? ഇല്ല. നീയോ? ഇല്ല. പിന്നെ നിങ്ങൾ മാത്രം തമ്മി പറഞ്ഞ് എന്തിനാടാ ഈ പിണക്കവും തല്ലും? ആദ്യം അവളോട് ചോദിക്ക്, നിങ്ങളിൽ ആരോടാണ് അവൾക്ക് ഇഷ്ടമെന്ന്. രാധയ്ക്ക് ഗോപിയോടാണ് ഇഷ്ടമെങ്കിൽ രവി ഒഴിഞ്ഞു മാറണം, മറിച്ചാണെങ്കിൽ നീയും. അതല്ല, ഇനി നിങ്ങളെ രണ്ടുപേരെയും അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള ഒരാൾ അവൾ കല്യാണം കഴിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും നല്ല സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ട് കഴിയാലോ. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമോശം പറ്റി. രവി നല്ലവനാ, സ്നേഹമുള്ളവനാ, എന്നേക്കാൾ നിനക്ക് ചേർന്നവനാ. എന്റെ ചീത്ത മനസ്സ് വേണ്ടാത്ത എന്തൊക്കെയോ വിചാരിച്ചു കൂട്ടി. രാധ എന്നോട് പൊറുക്കണം. ഗോപിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ മോഹിക്കില്ല എൻ്റെ രാധേ. നിനക്കറിയാലോ, ഞങ്ങൾ ഒരമ്മ പറ്റ മക്കളെ പോലെ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചാവാൻ മടിക്കാത്തവനവൻ. അവന്റെ മനസ്സ് തങ്കമാ, തനി തങ്കം. ഗോപി നിന്നെ പൊന്നുപോലെ നോക്കിക്കോളൂ. ഞാനിങ്ങനെ വെറുതെ കള്ളും കുടിച്ച് അലമ്പായി തുറന്നു പറയില്ലാതെ, നിനക്ക് ആരോടാണ് ഇഷ്ടം? ഗോപിയോടാണോ രവിയോടാണോ? ഗോപിച്ചേട്ടൻ എനിക്ക് വലിയ ഇഷ്ടം. ഗോപിച്ചേട്ടൻ എനിക്ക് സ്വന്തം ആങ്ങളെ പോലെ. അപ്പൊ രവിയോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു.
വേണ്ടുണ്ണി, ഗോപിയെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. എടാ, ഞാനൊരു മണ്ടൻ. വെറുതെ എന്തൊക്കെയോ വിചാരിച്ചു എന്ന് കരുതി ഞാനതൊക്കെ അപ്പോഴേ മറന്നു. പെണ്ണിനെ പെങ്ങളായിട്ടും സ്നേഹിക്കാവടാ. രാധ ഇന്നു മുതൽ എൻ്റെ പെങ്ങളാ. ഉണ്ണി, ഞാൻ ഇവരുടെ കാര്യം ഇന്ന് തന്നെ അച്ഛനോട് പറയും. നമുക്കത് പെട്ടെന്ന് ഉറപ്പിക്കണം. ചിലപ്പം പിള്ളോട് ഞാൻ പറയാം. കേട്ടോ രാഘവൻ നായരെ, ഇവക്ക് പറ്റിയ ഒരു ചെറുക്കനെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയി. ഏതായാലും ചേട്ടന്റെ സങ്കടം തീർന്നല്ലോ. നല്ല പട്ട് പോലത്തെ സ്വഭാവമുള്ള ഒരു ചെറുക്കനല്ലേ മരുമോനായിട്ട് കിട്ടിയത്. ചെലവമ്പിള്ള ചേട്ടാ, ഉണ്ണിയുടെയും രാജിയുടെയും കല്യാണം കഴിഞ്ഞ് ധനു പകുതിക്ക് മുമ്പ് നമുക്ക് ഇതങ്ങ് നടത്താം. ഒക്കെ രാഘവൻ നായരുടെ ഇഷ്ടം പോലെ. എടാ മോനെ, നീ എന്റെ മരുമോനായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഈ ഷാപ്പിൽ നിന്ന് പറ്റി തരികയില്ല, വേറെ എവിടെയെങ്കിലും പോയി കുടിച്ചോണം. അതെന്താ? അതെന്താന്നോ, ഇപ്പൊ തന്നെ നീ ഇവിടെ പകുതി കടവും പകുതി റൊക്ക. മരുമോനായി കഴിഞ്ഞാൽ പിന്നെ ഇവൻ എന്റെ ഷാപ്പ് കുടിച്ച് പറ്റിക്കത്തില്ലയോ? പണം ചോദിക്കാൻ ഒക്കുവോ? എന്താ ഗോപി? ഹേയ്, ഒന്നുമില്ല. മീൻകറിക്ക് വല്ലാത്ത എരിവാ.